ജപമാലയിൽ പുതിയൊരു രഹസ്യം കൂടി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി മലയാളി വൈദികൻ. CNI സന്യാസ സഭാംഗമായ ഫാദർ തോമസ് പന്തപ്പളക്കിലാണ് ഇതേക്കുറിച്ച് വത്തിക്കാന് കത്തെഴുതി കാത്തിരിക്കുന്നത്. വാഗ്ദാനത്തിന്റെ രഹസ്യങ്ങൾ എന്ന പേരിൽ തയ്യാറാക്കിയ ഈ പ്രാർത്ഥനകൾ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് അച്ഛൻ തയ്യാറാക്കിയിരിക്കുന്നത്. വർഷങ്ങളോളം പഠിച്ചും ധ്യാനിച്ചും ഫാദർ തോമസ് എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനകൾ ഡൽഹിയിലെ വത്തിക്കാൻ എംബസിയിലെ ന്യൂൻഷോയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം അത് നല്ലതെന്ന് കണ്ടെത്തിയതിനാൽ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ശുപാർശ ചെയ്ത് അയച്ചതായും പഠനത്തിനായി വത്തിക്കാൻ അത് സ്വീകരിച്ചതായും തോമസ് അച്ഛന് മറുപടി ലഭിച്ചു കഴിഞ്ഞു. വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ ഡിവൈൻ വർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് സാക്രമെന്റ്സ് എന്ന വത്തിക്കാൻ ഓഫീസാണ് ഇതിൻ്റെ ആധികാരികത വിലയിരുത്തുന്നത്. അവർ അത് അംഗീകരിച്ചാൽ മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുകയും പാപ്പ ഈ കാര്യത്തിലൊരു തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നാണ് പന്തപ്ലാക്കൽ അച്ഛന് ലഭിച്ച മറുപടി. വാഗ്ദാനത്തിൻ്റെ രഹസ്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാം രഹസ്യം, നരകസർപ്പത്തെ തകർക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാം രഹസ്യം, പാപപരിഹാര ബലി അർപ്പിക്കാൻ വൈദികരെ വാഗ്ദാനം ചെയ്യുന്നു. മൂന്നാം രഹസ്യം, ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാൻ രാജാക്കന്മാരെ വാഗ്ദാനം ചെയ്യുന്നു. നാലാം രഹസ്യം, വചനസാക്ഷികളായ പ്രവാചകന്മാരെ വാഗ്ദാനം ചെയ്യുന്നു. അഞ്ചാം രഹസ്യം, ദൈവത്തെയും ദൈവമാതാവിനെയും വാഗ്ദാനം ചെയ്യുന്നു. സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശം എന്നിങ്ങനെ 4 രഹസ്യങ്ങളാണ് ജപമാല പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഗ്ദാനത്തിൻ്റെ രഹസ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ 25 രഹസ്യങ്ങളിലൂടെ രക്ഷാകര ചരിത്രം പൂർണ്ണമായും അനാവൃതമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഫാദർ പന്തപ്ലാക്കലിൻ്റെ വാക്കുകൾക്ക്. ജപമാലയിൽ വാഗ്ദാനത്തിൻ്റെ രഹസ്യങ്ങൾ ഉൾപ്പെടുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം.